വെക്കേഷൻ ആയതുകൊണ്ട് നാട്ടിൽ പോണേൻ്റെ ഷോപ്പിങ്ങിന് പോവുകയാണേ. ഷോപ്പിംഗ് എന്ന് പറയുമ്പം നമ്മുടെ മനസ്സിൽ ഏറ്റവും ആദ്യം വരുന്ന കാര്യം എന്താ? ചോക്ലേറ്റ്സ്. അതിൽ തന്നെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ചോക്ലേറ്റാണ് ലിൻഡ്. ആഖനിൽ ലിൻഡിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഫാക്ടറി ഉണ്ട്. അവിടെ നിന്നാണ് നമ്മൾ ഇത്തവണ ചോക്ലേറ്റ് വാങ്ങിക്കാൻ പോകുന്നത്. സാധാരണ നമ്മൾ ചോക്ലേറ്റ്സ് മേടിക്കുന്നത് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇത്രയും നല്ലൊരു ഔട്ട്ലെറ്റ് ഫാക്ടറി ഉണ്ടെങ്കിൽ അവിടെ നിന്ന് മേടിക്കാതിരിക്കുന്നത് മോശമല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നത്. സാധാരണ സൂപ്പർ മാർക്കറ്റിലൊന്നും അവൈലബിൾ അല്ലാത്ത ഒരുപാട് വെറൈറ്റി ഓഫ് ചോക്ലേറ്റ്സ് ഉണ്ട് കേട്ടോ അവിടെ. അത് മാത്രമല്ല കേട്ടോ, പലതരത്തിലുള്ള ഹേസൽനട്ട് ക്രീംസ്, നഗറ്റ് ക്രീംസ്, ഈ ബ്രെഡിലൊക്കെ തേക്കുന്ന അതും ഇവിടെ കണ്ടു. അതൊന്നും ഞാൻ സൂപ്പർ മാർക്കറ്റിൽ സാധാരണ കണ്ടിട്ടില്ല. സ്വിറ്റ്സർലൻഡിലെ ലിൻഡിൻ്റെ ചോക്ലേറ്റ് ഫാക്ടറിയും അതിൻ്റെ ഔട്ട്ലെറ്റും വളരെ ഫേമസ് ആണ്. അതേസമയം ജർമ്മനിയിൽ ഇതിൻ്റെ ഒരു ഡിവിഷൻ ഉള്ളത് ഇവിടെ ഈ ആഖനിലാണ്. ഇവർ ഈ ഫാക്ടറിയിൽ ചോക്ലേറ്റിൻ്റെ റിസർച്ചൊക്കെ നടത്തുന്നുണ്ട്. നമ്മൾ ഒത്തിരി ചോക്ലേറ്റ്സ് മേടിച്ചുകൊണ്ടാണെന്നറിയില്ല, അവർ നമുക്ക് ഇതേപോലത്തെ ഒരു ബാഗ് തന്നെ, അതിൻ്റെ കൂടെ 2 ഐസ് പാക്ക്, കൂൾ പാക്ക് തന്നെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ചോക്ലേറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊന്നും ഈ ചോക്ലേറ്റ് ഒന്നും ഉരുകി പോവാതെയൊക്കെ നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബാഗായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഔട്ട്ലെറ്റിൽ വരുമ്പം കുറച്ചൊക്കെ പൈസയ്ക്ക് ഒരു റിഡക്ഷൻ ഉണ്ടെങ്കിലും നമ്മൾ ഒരുപാട് ആ റിഡക്ഷൻ കണ്ടിട്ട് ഒരുപാട് ചോക്ലേറ്റ്സ് വാരി കൂട്ടും. അതുകൊണ്ട് ഒരു ലാഭം ഉണ്ടാവുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതില്ല. കാരണം നമ്മൾ ഇത്രയും പർച്ചേസ് ചെയ്തതിൻ്റെ വില എനിക്ക് പറയാൻ ഉദ്ദേശമില്ല, പക്ഷേ നല്ല വിലയായി. എന്തായാലും അതൊക്കെ മേടിച്ചിട്ട് പിന്നീട് ഞങ്ങൾ പോയത് ഒരു ഡ്രസ്സിൻ്റെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീട്ടിൽ പോയേ. ഷോപ്പിംഗ് എന്ന് പറയുമ്പം നമുക്കതൊരു ഒറ്റ ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുന്ന കാര്യമല്ല. ഞങ്ങൾ കുറേ ദിവസങ്ങളെടുത്തിട്ടാണ് ഒരുപാട് സാധനങ്ങൾ ഷോപ്പ് ചെയ്തത്. ഇനിയിപ്പോൾ ഇതെല്ലാം പാക്ക് ചെയ്യണം, അതൊരു വലിയ ചടങ്ങാണ്. മിഠായി മേടിച്ചതിൻ്റെ കുറേയൊക്കെ അവൻ അകത്താക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ.